everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് പലവർക്കും ഭയങ്കര ആഗ്രഹമല്ലേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ. അപ്പം നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുക? അപ്പം ആദ്യം തന്നെ നമ്മൾക്ക് നന്നായി സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ലിസൺ ചെയ്യുക. ഒരാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ പല പാർട്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു ആഗ്രഹമെങ്കിലും ഉണ്ടാവും. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താ ആദ്യം വേണ്ടത്? ആ പഠിക്കാനുള്ള ആഗ്രഹമാണ്. ഇംഗ്ലീഷ് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു സെൻറ്റൻസ് എങ്കിലും ഇംഗ്ലീഷിൽ പറയാൻ കഴിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വീഡിയോ കാണുന്ന പലവരും മലയാളികളായിരിക്കും. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മുടെ മാതൃഭാഷയിൽ, അതായത് മലയാളത്തിൽ ഒരു സെൻറ്റൻസ് പറയും, അതായത് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആ സെൻറ്റൻസിനെ നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരും. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രയോജനം? നമ്മളിപ്പോൾ ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും, അതായത് നമ്മൾ കാണാപ്പാടെ പഠിച്ചില്ലെങ്കിലും, നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് പറയേണ്ട ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്കത് പറയാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നെ തിരിച്ചു വിളിക്കൂ. Call me back. എന്നെ തിരിച്ചു വിളിക്കൂ. ഞാനത് ഉദ്ദേശിച്ചില്ല. I don't mean it. ഞാനത് ഉദ്ദേശിച്ചില്ല. നീ എന്താ പറഞ്ഞത്? What did you say? നീ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എത്ര വയസ്സായി? How old are you? നിങ്ങൾക്ക് എത്ര വയസ്സായി? നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയുണ്ടായിരുന്നു? How was your weekend? നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയുണ്ടായിരുന്നു? അതിനെത്രയാണ്? How much is it? അതിനെത്രയാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? What do you want? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? What do you want me to do? നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, യു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, നിനക്ക്, താങ്കൾക്ക് എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എനിക്ക് പറയണം, നിനക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കണം. അതായത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കണം. What do you think? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞത്? What did you say? നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ വീട്ടിലാണ്. I am at home. ഞാൻ വീട്ടിലാണ്. തീർച്ചയായും അല്ല. Absolutely not. തീർച്ചയായും അല്ല. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? Where are you going? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എനിക്കിതിനെക്കുറിച്ച് ധാരണയില്ല. I don't have an idea about it. എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. അതെൻ്റെ നാവിൻ തുമ്പത്തുണ്ട്. It's on the tip of my tongue. അതെൻ്റെ നാവിൻ തുമ്പത്തുണ്ട്. നിങ്ങളുടെ ജോലി എന്താണ്? What is your job? നിങ്ങളുടെ ജോലി എന്താണ്? അത് ശരിക്കും സമയമെടുക്കും. It really takes time. അത് ശരിക്കും സമയമെടുക്കും.
എവിടെ നിന്നാണ്? വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? എന്നെ പിന്തുടരൂ. ഫോളോ മീ. എന്നെ പിന്തുടരൂ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അപമാനിക്കപ്പെട്ടു. ഐ വാസ് ഇൻസൾട്ടഡ്. ഞാൻ അപമാനിക്കപ്പെട്ടു. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഐ വണ്ടർ. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ ഇന്ന് പുറത്തു പോകും. ഐ വിൽ ഗോ ഔട്ട് ടുഡേ. ഞാൻ ഇന്ന് പുറത്തു പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മൾ കുറെ സെന്റൻസുകൾ ഇന്ന് പഠിച്ചില്ലേ? നമ്മൾ മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കി, അതുപോലെ തന്നെ അതിന്റെ ഇംഗ്ലീഷ് സെന്റൻസുകളും വേർഡ്സുകളും പഠിച്ചു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നുകൂടി വീട്ടിൽ എപ്പോഴെങ്കിലും ഇംഗ്ലീഷിൽ ചാൻസ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ പഠിച്ചതൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നല്ല കോൺഫിഡൻസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോ ഞാൻ ഇനിയും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങളെ അടുത്ത പ്രാവശ്യം കാണാം. സീ യു നെക്സ്റ്റ് ടൈം. നിങ്ങളെ അടുത്ത പ്രാവശ്യം കാണാം. കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. ബൈ.